ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് എവിടേക്കാണ് പറഞ്ഞാൽ ചാലക്കുടിയിലുള്ള ഡ്രീം വേൾഡിലേക്കാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ ഒരു 2 ദിവസം 3 ദിവസത്തെ ട്രിപ്പൊക്കെ പോകണമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കല്യാണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും 3 ദിവസത്തിൻ്റെ ട്രിപ്പൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് നമ്മൾ പെരുന്നാൾ സമയത്ത് തന്നെ തീരുമാനിച്ചായിരുന്നു. പക്ഷേ പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമുക്ക് നിക്കാഹൊക്കെ ഉള്ളതുകൊണ്ട് അത് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഡേറ്റ് മാറ്റിയിട്ട് പെട്ടെന്നായിരുന്നു കേട്ടോ ഇത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് മാക്സിമം പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇതാ ട്രാവലറിലേക്ക് എത്തി. ട്രാവലറിൽ കയറി ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേനും വണ്ടി എടുത്ത്, അതുപോലെ ഞങ്ങളിവിടെ ഒരു 4 ഫാമിലിയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ 4 ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടാണ് പോണത്. അപ്പം ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ വെറും ചായയും ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി പോണ വഴിക്ക് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ രാവിലത്തെ ആ ഒരു ക്ലൈമറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു സൂര്യൻ ഇങ്ങനെ ഉണർന്ന് വരുന്ന സൂര്യനും ആ ഒരു കാറ്റും തണുപ്പും നല്ല രസമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ യാത്ര പോകുമ്പോൾ വിൻഡോ സീറ്റ് തന്നെ വേണം കേട്ടോ. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഛർദിയൊന്നും വന്നില്ല കേട്ടോ. പൊതുവേ എനിക്ക് ഈ ടൂറ് പോകുക പറഞ്ഞാൽ നല്ല താല്പര്യമാണ്. പക്ഷേ ഈ ഒരു ഛർദി വരുന്നതിൻ്റെ ആലോചിച്ചിട്ട് അതൊരു പോവാനേ ഒരു മൂഡുണ്ടാവില്ല. പക്ഷേ എന്തോ പടച്ചോൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഛർദിച്ചൊന്നുമില്ല. എന്നിട്ടും ഞാൻ അവിടെ എത്തിയ ശേഷം ഒരു ടാബ്ലറ്റ് വാങ്ങി കഴിച്ചു ഛർദിക്കുള്ളത്. നമ്മൾ റൈഡുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തലകറക്കൊക്കെ വരുമോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ ദാ തൃശ്ശൂർ കുതിരാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കുതിരാൻ തുരങ്കം ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പോണം വിചാരിക്കും, പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് നമുക്കിപ്പോൾ ആദ്യമായിട്ട് തുരങ്കം കാണാം. കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്കായിട്ട് ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടാ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ കുട്ടികളും എല്ലാവരും കൂടെ ഒരു ബഹളമായിരുന്നു. അവർക്കൊരു രസമില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നല്ലപോലെ എടുക്കണം പറഞ്ഞാൽ നമ്മുടെ വണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ബസ് പെട്ട്, ഈ ഒരു ബസ് ആ എൻഡ് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫ്രണ്ട് വ്യൂ അങ്ങോട്ട് നേരം പോലെ കിട്ടിയില്ല. എന്നാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത പോലെ അങ്ങോട്ട് വീഡിയോ എടുത്ത്. പിന്നെ വണ്ടിയിലാണെങ്കിൽ നല്ല പാട്ടാണ് കേട്ടോ. നല്ല അടിപൊളി പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഛർദിൻ്റെ ഒന്നും ഒരു ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പാട്ടിൽ നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കണം. നല്ല പോലെ കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മയങ്ങാം. ഇപ്പം നമ്മൾ ചാലക്കുടി എത്താനായി. അതിന് കുറച്ച് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിത് ശരവണ ഭവൻ, അതാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്. വെജിറ്റേറിയൻ ആണെന്നാണ് തോന്നുന്നത്, അതറിയില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് റോസ്റ്റാണ് കേട്ടോ. പ്ലെയിൻ റോസ്റ്റാണ്. മസാല റോസ്റ്റൊന്നും ചിലപ്പോൾ പോവില്ല. അപ്പോൾ 1-2 പേര് ഇഡലി പറഞ്ഞ് ഞങ്ങൾക്ക് പ്ലെയിൻ റോസ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാണാം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഡ്രീം വേൾഡ് എത്തിയിട്ടാണ്. ഇവിടെ എത്തിയപ്പോഴാണ് സമയം ഒരു 8:45 പക്ഷേ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ 9 മണി 9:30 ആവണം. അപ്പോൾ ഞങ്ങൾ അതുവരെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. പക്ഷേ ഈ റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 10:30 മണിയാണ് കേട്ടോ ആവുന്നത്. അതെന്തായാലും കുഴപ്പമില്ല, ഞങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ റൈഡുകൾക്ക് പോയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കൗണ്ടറിന് ടിക്കറ്റുകൾ എടുക്കണം. 900 രൂപയും 800 രൂപയൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്ക് 800 രൂപ, വലിയവർക്ക് 900 രൂപ, അങ്ങനത്തെ ഒരു റേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിന് മുമ്പായിട്ട് കുറച്ച് ഫ്രണ്ടിൽ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. കയറിയതും ഫ്രണ്ടിലായിട്ട് ഇതങ്ങനെ മീനുകളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് നോക്കിയിരിക്കായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ഏത് മീനാണ്, ഷാർക്ക് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. നമ്മളിപ്പോൾ പാലക്കാടുള്ള ഫാൻറ്റസി പാർക്കിലും ഫസ്റ്റ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഇതുപോലൊരു മീനിൻ്റെ ഉണ്ട് കേട്ടോ കാണാൻ. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. ഏകദേശം നമ്മൾ പാലക്കാടുള്ള ഫാൻറ്റസി പാർക്ക് പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് കുറച്ച് ചെറുത്, അതൊന്നും വെച്ച് കുറച്ച് ഇത്തിരി വലുത് നാട്ടുള്ളൂ. ഇതുപോലുള്ള ഈ ട്രെയിനിൻ്റെ ഇതൊന്നും അവിടെ ഇല്ല കേട്ടോ. ഇവിടെയുള്ള കുറേയൊന്നും അവിടെ ഇല്ല, എന്നാലും ഇതേപോലെയൊക്കെ തന്നെയാണ് അവിടെയുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവരാദ്യം എല്ലാതും ഒന്ന് ഫസ്റ്റ് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ 10:30 ആകുമ്പോഴാണ് നമ്മുടെ റൈഡുകളിൽ കയറ്റുള്ളൂ. അതും ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ 3 റൈഡും ഒറ്റൊരു പ്രാവശ്യമാണ് കേട്ടോ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു 3Dയും അതുപോലെ ആ ട്രെയിനിൻ്റെയും പിന്നെ സ്നോ വേൾഡും, ഇത് 3ഉം ഒറ്റൊരു പ്രാവശ്യം ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 3D കാണാനുള്ള
എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എന്നാലും ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയേണ്ടത് ഡബിൾ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ 3D ഞാൻ കാണാൻ പോകുന്നത് പറഞ്ഞിട്ടാണ് കേട്ടോ. കാണുന്ന സമയത്തൊക്കെ നല്ല ഷോ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെയായി കേട്ടോ. പെട്ടെന്നൊക്കെ ആ പാമ്പിൻ്റെ വരവ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് പേടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ 3D ഒക്കെ കണ്ട് ഇറങ്ങിയ ശേഷം ഇനിയിപ്പോൾ ഇതാ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഡ്രീം വേൾഡ് മൊത്തം ഒന്ന് കാണാൻ പറ്റുന്നതാണ്. ഏകദേശം എന്തൊക്കെ റൈഡ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിനിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും മൊത്തം നമ്മുടെ ഡ്രീം വേൾഡ് ഒന്ന് ചുറ്റിക്കാണാം. അതാണ് ഈ ഒരു ട്രെയിൻ കൊണ്ടുള്ള ഉദ്ദേശം. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് സ്നോ വേൾഡിലേക്ക് പോകണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അത്യാവശ്യം ഇങ്ങനെ കുറച്ചുള്ള നമ്മൾ വെള്ളത്തിൽ ഇരിക്കാൻ പറ്റാത്തതായിട്ടുള്ളതിലൊക്കെ ഇരുന്ന ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളത്തിലുള്ളതിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാറിൻ്റെ അതും കൂടെ ഉണ്ട് കേട്ടോ. അതിലും നമുക്ക് നനയുന്നതിന് മുന്നായിട്ട് ഇരിക്കണം. അപ്പോൾ ഇതാ ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അതിവിടേക്ക് ഇരുന്നിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞു. ഇതാണ് ഡാൻസിങ്. ട്രെയിന് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാണ് കേട്ടോ, മറ്റേ തോണി പോലെ ഉള്ളത്. ഇതിലൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഇത് പറ്റില്ല. ജീവിതത്തിൽ ഒറ്റ ഇരിക്കാനേ ഇതിൽ ഇരുന്നിട്ടുള്ളൂ. അതോടെ എൻ്റെ അനുഭവം കൊണ്ട് പറയണം, പിന്നെ ഞാൻ അതിൽ ഇരിക്കൂല എന്നുള്ള കാര്യം. അങ്ങനെ ഇനി അടുത്തത് കാർ റൈഡാണ് കേട്ടോ. നമ്മൾ കാർ ഓട്ടിക്കില്ല. അത് ഇനി ഇതാണ് ഹൊറർ വേൾഡ്. ഇത് ഒരു ഉള്ളിൽ മൊത്തം ബഹളമാണ്. അതുമല്ല പെട്ടെന്നൊരിങ്ങനെ ഒരു ബൊമ്മ രൂപം പോലെയൊക്കെ വരും. പക്ഷെ ഞാൻ കയറിയില്ല കേട്ടോ. എന്താ അറിയില്ല, ഒരു നെട്ടൽ കിട്ടിയാൽ മതിയല്ലോ എന്നിട്ട് കയറിയില്ല. പിന്നെ ഇതാണ് ജംഗിൾ വേൾഡ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കടുവൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ട്രയൽ പോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒറിജിനലല്ല, കുട്ടികൾക്ക് കാണാൻ ഒരു ഇഷ്ടമാണല്ലോ. ഏത് കൂടെ പോവാ? മത് കൂടെ വരുമോ? പാമ്പില്ലല്ലോ. അങ്ങനെ നമ്മൾ സ്നോ വേൾഡിലാണ് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പാണ്, നല്ല രസമായിരുന്നു. പക്ഷെ കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ചേരൂല, ചിലവർക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എന്നാലും നന്നായിട്ട് തണുത്ത് മരവിച്ച ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഡ്രീം വേൾഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ടും ഇവിടെ വരണം കേട്ടോ. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു പാട്ടും ഉണ്ട് കേട്ടോ. ഞാനതിന് കോപ്പിറൈറ്റ് എങ്ങാനും വന്നാലോ പറഞ്ഞിട്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത്. അത് പൊളിച്ച് പറ്റില്ലാതെ
വേണ്ട വേണ്ട സ്പീഡ് കൂട്ടണ്ട. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. സമയം ഒരു 12:30 ആയി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വിശന്ന് തുടങ്ങി. അവർ അത്യാവശ്യം കുറച്ച് റൈഡുകളിലൊക്കെ ഇരുന്ന് തലകുത്തി മറിയലൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ചോറാണ് കഴിച്ച്, അവരൊക്കെ ബിരിയാണിയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്താ അതിൻ്റെ തൊട്ട് ആ ഫുഡ് കഴിക്കണതിൻ്റെ തൊട്ട് ഭാഗത്തായിട്ട് കുറേ മരങ്ങളായിട്ട് ഈ ഭാഗത്ത് നിൽക്കാൻ നല്ല തണുപ്പുമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ കുറച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ചാമ്പങ്ങ മരങ്ങളുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഡ്രീം വേൾഡിൽ കുറേ സ്ഥലത്തുള്ളത് ചാമ്പങ്ങ മരങ്ങളാണ്. അതിൽ കുറേ എണ്ണത്തിലും ചാമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പൂവിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭംഗി, നല്ലൊരു രസം കേട്ടോ. അവിടെ പോയി ഇങ്ങനെ ഇരുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ മരങ്ങൾ ചുറ്റും മൂടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് ചെറുതായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ വാട്ടർ റൈഡുകളിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനിയാണ് ഈ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ശരിക്കും വാട്ടർ റൈഡിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ്, ഈ വെള്ളം പമ്പ് ചെയ്യലും ഒക്കെ. അപ്പോൾ അത് നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിലിരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മളെല്ലാവരും വാട്ടർ റൈഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ കയ്യിൽ കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ എന്തായാലും നനഞ്ഞ് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ എന്തായാലും ഈ വെള്ളത്തിൽ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വാട്ടർ റൈഡ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവാനായി. ഞങ്ങൾ എല്ലാതും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഡ്രീം വേൾഡിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ വന്നതിനെക്കാട്ടിയും കുറച്ച് ഭംഗി വെച്ച മാതിരി വെള്ളത്തിലൊക്കെ കിടന്ന് കുതിർന്ന് ആകെ മൊത്തം നന്നായി വെളുത്ത തുടുത്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വന്ന പോലെ തന്നെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന അതേപോലെ ഡോറിൻ്റെ സൈഡുള്ള സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് മാങ്ങയും തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുത്തി കഴിക്കില്ലേ, അതുപോലത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.